നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തി നിറവോടെ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദേശീയപാതയിൽ അടിപ്പാതയില്ലാത്ത കയ്പമംഗലത്തും SN പുരത്തും നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു. പി ഭാസ്കരൻ പുരസ്കാരം P ജയചന്ദ്രന് മരണാന്തര ബഹുമതിയായി സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായി. രാവിലെ 5 മണി മുതൽ 7 വരെ നാമജപം നടന്നു. തുടർന്ന് കാവടി തെയ്യം ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കടലേറ്റ അർപ്പക്കൽ നിന്ന് കിഴക്കോട്ട് പുറപ്പെട്ട് കോടൻ വളവ് വഴി പ്രിയ സെൻറ്ററിലെത്തി 11 മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കാവടിത്തിറ നാട്ടിക നാഗദേവതാ ക്ഷേത്രത്തിൽ നിന്ന് അഭിഷേകം കഴിഞ്ഞ് നാട്ടിക ബീച്ച് കടപ്പുറത്തു നിന്നും പോസ്റ്റ് ഓഫീസ് ഫിഷറീസ് സ്കൂൾ വഴി വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രാങ്കണത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തിച്ചേർന്നു. വലപ്പാട് ബീച്ച് തെക്കൻ ശാഖയുടെ കാവടി ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടെ കോതകുളം പാരീസ് നഗറിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ കാവടിയാട്ടം നടന്നു. ദേവസ്വം പ്രസിഡന്റ് രാജൻ KN, സെക്രട്ടറി PK ജയൻ, ട്രഷറർ ലാൽ ആളൂപ്പറമ്പിൽ, ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് ബീച്ച് തെക്കൻ ശാഖയുടെ കാവടിയാട്ടം വർണ്ണാഭമായി.
നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിലെ വലപ്പാട് ബീച്ച് തെക്കൻ ശാഖയുടെ രാവിലത്തെ കാവടിയാട്ടം കുന്നുങ്ങൽ സജീവൻ്റെ വസതിയിൽ നിന്നും പുറപ്പെട്ടു. പൂക്കാവടി, പീലിക്കാവടി, ശിങ്കാരിമേളം, ബാൻഡ് മേളം, നാദസ്വരം, തകിൽ എന്നിവയുടെ അകമ്പടിയോടുകൂടി കാവടിയാട്ടം ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിൽ ഉച്ചയോടുകൂടി എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ കാവടിയാട്ടം നടന്നു. ശാഖാഭാരവാഹികളായ മധു പനക്കൽ, സുരാജ് ഇരിങ്ങത്തുരുത്തി, ബിജു കോഴിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത 66 വികസനത്തിൻ്റെ ഭാഗമായി അടിപ്പാതയില്ലാത്ത 3 പ്രധാന സെൻറ്ററുകളിൽ നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു. കയ്പമംഗലം കൊപ്രക്കളം സെൻറ്ററിലും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഭാഗത്തും SM പുരം പള്ളിനടയിലുമാണ് ഫുട് ഓവർ ബ്രിഡ്ജുകൾ പണിയുക. ബെന്നി ബെഹന്നാൻ MP-യുടെ നേതൃത്വത്തിൽ കയ്പമംഗലത്ത് നടന്ന NH അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗത്തിലാണ് തീരുമാനമായത്. ദേശീയപാതയുടെ ഇരുവശത്തുമുള്ളവരുടെയും യാത്രാക്ലേശം ഉന്നയിക്കപ്പെട്ടതോടെയാണ് മുകളിലൂടെയുള്ള നടപ്പാതയുടെ കാര്യം അതോറിറ്റി പരിഗണിച്ചത്. എന്നാൽ നടപ്പാതകൾ നിർമ്മിക്കുന്നതിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ട്. ഇരുവശത്തുമായി ചുരുങ്ങിയത് 2.5 സെൻറ് വീതം സ്ഥലമെങ്കിലും നൽകിയാലേ NH ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുകയുള്ളൂ. ദേശീയപാതയ്ക്ക് 45 മീറ്റർ വീതിയായതിനാൽ ഇതിനുള്ളിൽ നടപ്പാത നിർമ്മിക്കാനാകില്ല. ഇതിനായി ഇനി സ്ഥലമേറ്റെടുക്കാനും NHന് കഴിയില്ലെന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. മതിലകം പഞ്ചായത്തിലെ മതിൽമൂലയുടെ കിഴക്ക് ഭാഗത്ത് SC കോളനി മേഖലയിൽ 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ സർവീസ് റോഡില്ലാത്ത പ്രശ്നം ജനപ്രതിനിധികൾ ഉന്നയിച്ചെങ്കിലും ഇവിടെ ജനവാസമില്ലാത്ത സ്ഥലമാണെന്നും ആയതിനാൽ പിന്നീട് പരിഗണിക്കാമെന്നുമാണ് നിർമ്മാണ കമ്പനി മറുപടി പറഞ്ഞത്. നിലവിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും കുടിവെള്ള പൈപ്പ് പൊട്ടുന്ന സ്ഥലങ്ങളിലും അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബെന്നി ബെഹന്നാൻ MP ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പായി വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പരിശോധന നടത്തി വേണ്ടത് ചെയ്യുമെന്നും നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി, TK ചന്ദ്രബാബു, MS മോഹനൻ, NHAI പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, ടീം ലീഡർ സുബ്രാവു, ലൈസൺ ഓഫീസർ ബാബു, ഈശ്വർ ആചാര്യ, ശിവാലയ ഉദ്യോഗസ്ഥരായ ബിനു, ഷിബു എന്നിവരും പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. കൂരിക്കുഴി കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടത്തിയ കൺവെൻഷൻ CITU നേതാവ് BS ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ ജില്ലാ സെക്രട്ടറി KV തമ്പി അധ്യക്ഷത വഹിച്ചു. മണി കാവുങ്ങൽ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ KM വിജയൻ, ദിവാകരൻ കുറുപ്പത്ത്, NM നകുലൻ, KK തിലകൻ, ശശി പള്ളത്ത്, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കടൽ മണൽ ഖനനത്തിന് എതിരെ നടക്കുന്ന സമരത്തിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് പോരാടണം എന്ന് യോഗം പ്രമേയം അവതരിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ മുനയം ദ്വീപിൽ കുട്ടി കർഷകയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. തട്ടാപുരയ്ക്കൽ അമയദാസൻ രേഖ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് കൃഷിഭവന്റെ സഹകരണത്തോടെ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PA ഷമീർ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി കൃഷി അസിസ്റ്റന്റ്
വി വിപിൻകുമാർ, പഞ്ചായത്ത് അംഗം PH ബാബു, തൊഴിലുറപ്പ് ഓവർസിയർ പൂജ, കർഷകൻ സിദ്ദിഖ് പള്ളിപ്പറമ്പിൽ, കൃഷി അസിസ്റ്റന്റ് വിനീത, സൂര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനം ചക്കരപ്പാടം ഏറാട്ട് ശ്രീ മൂലസ്ഥാനം ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും ഉത്സവവും മാർച്ച് 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രിയുടെയും ബിജു തന്ത്രിയുടെയും മേൽശാന്തി മംഗലത്ത് ബാലകൃഷ്ണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠയും മറ്റ് ചടങ്ങുകളും നടക്കുക. മാർച്ച് 7-നാണ് ക്ഷേത്രത്തിലെ ഉത്സവം. രാവിലെ പ്രസാദ പ്രതിഷ്ഠ, വൈകിട്ട് 3-ന് കാഴ്ചശീവേലി, 6:45-ന് ദീപാരാധന, തുടർന്ന് തിരുവാതിരക്കളി, ദേവാനന്ദമേളം, രാത്രി 10-ന് തായമ്പക, 11-ന് വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ഭാരവാഹികളായ ER കാർത്തികേയൻ, EK സുരേഷ് ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാളത്തിന് മറക്കാനാകാത്ത മധുരഗാനങ്ങൾ സമ്മാനിച്ച P. ഭാസ്കരൻ മാഷുടെയും സ്വരമാധുരിയുടെയും ഭാവഗായകൻ P. ജയചന്ദ്രൻ്റെയും സ്മൃതികളിൽ വീണ്ടും ഒരു ഭാസ്കര സന്ധ്യ. ഇരു പ്രതിഭാശാലികളുടെയും മരിക്കാത്ത ഓർമ്മകൾ പെയ്തിറങ്ങിയ ഹൃദ്യവും അതിലേറെ വൈകാരികവുമായ ഭാസ്കര സന്ധ്യ കൊടുങ്ങല്ലൂരിന് മറക്കാനാകാത്ത മറ്റൊരു സാംസ്കാരിക അനുഭവമായി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരത്തിൽ നിറഞ്ഞ സദസ്സിനെയും വേദിയെയും സാക്ഷിയാക്കി ഈ വർഷത്തെ P. ഭാസ്കരൻ പുരസ്കാരം P. ജയചന്ദ്രന് മരണാന്തര ബഹുമതിയായി സമർപ്പിച്ചു. ഇരുവരുമായി സഹോദര തുല്യമായ ആത്മബന്ധമുള്ള ശ്രീകുമാരൻ തമ്പിയിൽ നിന്ന് ജയചന്ദ്രൻ്റെ ഭാര്യ ലളിതയും മകൾ ശ്രീലക്ഷ്മിയും വിതുമ്പലോടെയാണ് പുരസ്കാരം സ്വീകരിച്ചത്. കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാര മൂല്യം 1 ലക്ഷം രൂപയും കുട്ടി കൊടുങ്ങല്ലൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ്. അസാമാന്യമായ ചാരിതാർത്ഥ്യത്തോടെ പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ജയചന്ദ്രന് പുരസ്കാരം നേരത്തെ തീരുമാനിക്കുകയും ജയചന്ദ്രനെ അറിയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമായിരുന്നു ജയചന്ദ്രൻ്റെ വേർപാട് ഉണ്ടായതെന്ന് ശ്രീകുമാരൻ തമ്പി അത്യന്തം വികാരവായ്പോടെ സദസ്സിനെ അറിയിച്ചു. ഞങ്ങൾ രാഘവ മാസ്റ്ററുടെ പേരിലും ബാബുക്ക എന്ന ബാബുരാജിൻ്റെ പേരിലും ഭാസ്കർ മാഷയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി 2 പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാലും 100ാമത് വർഷം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ഒരു കുറ്റബോധം എനിക്കുണ്ട്. അതിനാദ്യമായി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. P. ഭാസ്കരൻ്റെ ഓർമ്മകളുടെ മഹാനദിയിലേക്ക് ഭാവഗന്ധർവനായ ജയചന്ദ്രൻ്റെ ഓർമ്മകൾ സംഗമിക്കുന്ന ഒരു സാകല്യ നിമിഷമാണിത്. P. ഭാസ്കരൻ്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ 18ാം വർഷത്തിൽ കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ ഫൗണ്ടേഷൻ ഒരുക്കിയ ഭാസ്കര സന്ധ്യയിൽ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബക്കർ മേത്തല പ്രശംസാ പത്രം വായിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സജിത്ത് ഏവുരേത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ഫൗണ്ടേഷൻ സെക്രട്ടറി CS തിലകൻ, PT ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ഭാസ്കർ മാഷുടെ മകൾ രാധിക ഉൾപ്പെടെ മാഷിൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശസ്ത ഗായകൻ സുദീപ് നയിച്ച ഭാസ്കർ മാഷുടെ പാട്ടുകൾ കോർത്തിണക്കിയ ഗാനമേളയും ഹൃദ്യമായി. കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. CM സുരേഷ് മാധവൻ നഗറിൽ മുതിർന്ന പ്രവർത്തകൻ രാജൻ പതാക ഉയർത്തി.
മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ CM ശിവപ്രസാദ്, KV സിജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ IP പ്രഭാകരൻ, സുഗന്ധിനി ഗിരീഷ്, CM രഘുനാഥൻ, PD ബെന്നി, മണ്ഡലം ഭാരവാഹികളായ രാഗനാഥൻ വൈക്കാട്ടിൽ, അസഫ് അലി കിഴക്കേതിൽ എന്നിവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റായി അരവിന്ദൻ ചേർക്കര തണ്ടയാനെ തെരഞ്ഞെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ സ്മൈൽ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച STEM ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചെറുമൽ നിർവഹിച്ചു. ഷബന, സ്റ്റേറ്റ് കോർഡിനേറ്റർ അലീഷ ഷാജി, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ എന്നിവർ സംസാരിച്ചു. 6ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രൊജക്റ്റും അവതരിപ്പിച്ചു. ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ട് നമ്മളിനി വീണ്ടും പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അക്കാദമിക് കഴിയാറായി. പക്ഷേ നെക്സ്റ്റ് ഒരു അക്കാദമിക് വരുമ്പോൾ നമ്മൾ വിവര സാങ്കേതിക മേഖലകളിൽ നമ്മൾ ഉയർന്നു പോകേണ്ട ഒരു സമയമാണ് അല്ലേ. അതിൽ അറിവ് സമ്പാദിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പുറകിലോട്ട് തള്ളപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. ഇപ്പോൾ AI ടൂൾസ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഡ്രോണുകൾ പലരും ഉണ്ടാക്കില്ല, റോബോട്ടിക്കൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല കഴിവുള്ളവരാണ്. പക്ഷേ ഈ കഴിവിനെ നമ്മൾ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു, നമ്മളിലുള്ള എനർജിയെ നമ്മൾ എങ്ങനെ മാറ്റുന്നു എന്നുള്ളത്, നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ആ കഴിവിനെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ. തൃപ്രയാർ AUP സ്കൂളിന്റെ വാർഷികാഘോഷം, രക്ഷാകർതൃ ദിനം, എൻഡോമെന്റ് വിതരണം എന്നിവ ആഘോഷിച്ചു. MPTA പ്രസിഡന്റ് നന്ദിനി അധ്യക്ഷയായി. PTA പ്രസിഡന്റ് KK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് വിഭാഗത്തിൽ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ മെഡൽ നേടിയ അജീഷ്, തളിക്കുളം CRCC ബനേഷ് മാഷ് എന്നിവരെ തൃപ്രയാർ SP എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സ്വാലിക് പരീദ് ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ സ്വാലിക് പരീദിനെയും സാഹിത്യകാരൻ ദിനേശ് രാജിയെയും റിട്ടയർഡ് അധ്യാപിക ശൈല ടീച്ചർ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കായി എൻഡോമെന്റുകൾ, അവാർഡുകൾ എന്നിവ വിതരണം ചെയ്തു. OSI പ്രസിഡന്റ് പ്രേംചന്ദ്, പ്രധാന അധ്യാപിക ഡോളി, സിന്ധു ടീച്ചർ, പ്രിയ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഡോക്ടർ വന്നിട്ടുണ്ട്, പോലീസ് തലത്തിലുള്ള വനവകുപ്പ് ഡിപ്പാർട്ട്മെന്റിലെ സാർമാർ വന്നിട്ടുണ്ട്, മാഷ് വന്നിട്ടുണ്ട്, എന്തോ ഒരാൾക്കാരെ പ്രൊഫഷണലായിട്ട് എത്ര സാറുമാർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതിൽ ഒരാള് ആവണ്ടേ, നമ്മളും ആവണം. പോലീസ് ആവണം, വനവകുപ്പ് ഉദ്യോഗസ്ഥനാവണം, മാഷാവണം, ഡോക്ടർ ആവണം,
അല്ലേ? ഈ പറഞ്ഞ വ്യക്തികളെല്ലാവരും വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ ജനറൽ ബോഡി യോഗവും KG വിഭാഗത്തിലെ കുട്ടികളുടെ കോൺവക്കേഷൻ സെറിമണിയും നടത്തി. പ്രിൻസിപ്പൽ KI സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സഹകരിച്ച രക്ഷിതാക്കളെ അദ്ദേഹം അനുമോദിച്ചു. PTA പ്രസിഡന്റ് AT റഫീഖ് അധ്യക്ഷനായി. രാജേഷ് കുട്ടൻ രക്ഷിതാക്കൾക്കായി വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ, മുസ്തഫ സഖാഫി, KG കോർഡിനേറ്റർ VA ഹസീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബിരിയാണി ഫെസ്റ്റ്, ക്വിസ് മത്സരം, ചിത്രരചന എന്നിവയും നടത്തി. കേരളത്തിലെ എല്ലാ സ്കൂളുകളും നിങ്ങൾ എടുത്തോളൂ, എങ്കിൽ പോലും നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും. അതായത് ബഹുഭൂരിപക്ഷം കുട്ടികളും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ നല്ല ജോലികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ, കൺട്രോൾ ആളുകളുടെ അടുത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാത്തത്? അതിന് പ്രധാനമായിട്ടും ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിനുശേഷം നമുക്കതിനുള്ള സൊല്യൂഷൻസ് നോക്കാം. നമ്മൾ മലയാളത്തിൽ ഫ്ലുവൻ്റ് ആണ്. കാരണം കുട്ടിക്കാലം മുതൽ മറ്റുള്ളവർ, അതായത് നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിലാണ്. ഇത് കണ്ട് വളർന്ന്, കേട്ട് വളർന്ന്, അനുഭവിച്ച് വളർന്ന് നമ്മൾ മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയി. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ മങ്കോര് മനയിലേക്ക് എഴുന്നള്ളിപ്പ്, ക്ഷേത്രത്തിൽ അന്നദാനം എന്നിവ നടത്തി. വൈകിട്ട് 4-ന് തിരിച്ചെഴുന്നള്ളത്തിൽ തൃപ്പയാർ രമേശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും രാത്രി 1000 പേർക്കുള്ള അന്നദാനവും ഉണ്ടായി. രാത്രി പള്ളിവേട്ടയ്ക്കായി ദേവന്മാരുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഗ്രാമബലിക്ക് ശേഷം ദേവന്മാരെ കൂട്ടി എഴുന്നള്ളിപ്പും ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും നടന്നു. രാത്രി 11-ന് പള്ളിക്കുറുപ്പ്, പുലർച്ചെ 3 മണിക്ക് പള്ളി ഉണർത്തൽ ശേഷം ശിവരാത്രി ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. മണപ്പുറത്തിൻ്റെ എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിൻ്റെ 15ാമത് നോവൽ ശുക്ർ പ്രകാശനം ചെയ്തു. നാട്ടിക ഫർക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലെല്ല പബ്ലിക്കേഷൻസിൻ്റെ വാർഷികാഘോഷ ചടങ്ങിൽ വെച്ചാണ് ശുക്ർ വെളിച്ചം കണ്ടത്. പ്രകാശന ചടങ്ങ് പ്രമുഖ ചലച്ചിത്ര സംവിധായകനും ഗുരുവായൂർ മുൻ MLAയുമായ PT കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എഴുത്ത് നിർത്താത്ത സാധാരണ ജീവിതത്തിൽ നിന്നും തുടങ്ങി വളരെ ബുദ്ധിമുട്ട് പിടിച്ച ജീവിത പ്രയാസങ്ങളിലൂടെ സഞ്ചരിച്ചു. തനിക്ക് എഴുതാനുണ്ട്, തനിക്ക് പറയാനുണ്ട്, തന്നെ കേൾക്കാനുണ്ട്, തന്നെ വായിക്കാനുണ്ട് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് ബാപ്പു വലപ്പാട് എഴുത്തുകാരനാകുന്നത്.
പല പ്രസിദ്ധരായ എഴുത്തുകാരും ഒരു ഘട്ടം കഴിയുമ്പോൾ എഴുത്ത് നിർത്തുന്ന ക്രിയകളാണ്. ഉദ്യോഗസ്ഥനായ പോലെ ഒടുവിലൊന്നും എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എഴുത്ത് നിർത്തിയാണ്. അത് എപ്പോഴാണ് എഴുത്ത് നിർത്തുന്നത്? ഞങ്ങൾക്ക് വീണ്ടൊന്നും പറയാനില്ല എന്ന് തോന്നുക, അതിനൊന്നും എഴുതാൻ വേണ്ടുന്നൊരു എനർജി ഇല്ലാതെ ഒരു ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഫുൾ സ്റ്റോപ്പിന് തയ്യാറല്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും എഴുതുകയാണ് മണപ്പുറത്തിന്റെ കഥകൾ. ലെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടറും ശുക്ർ രചയിതാവുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ RI സക്കറിയ പുസ്തകം ഏറ്റുവാങ്ങി. മുൻ സംസ്ഥാന PTA അവാർഡ് ജേതാവ് മുഹ്സിൻ പാടൂർ പുസ്തക പരിചയം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക PM ഷെരീഫ ടീച്ചർ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് തലക്കുളത്തെ മൊമൻറ്റോ നൽകി ആദരിച്ചു. സിനി സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി MA സലീം, അബ്ദുള്ള നദ്വി, ജീവകാരുണ്യ പ്രവർത്തകൻ റൌഫ് ചേറ്റുവ, ചലച്ചിത്ര സംവിധായകൻ പ്രേംസൺ ഇരിങ്ങാലക്കുട, ഷൈനി ജിത്ത് വേളയിൽ, അബ്ദുട്ടി കൈതമുക്ക്, GDM സ്കൂൾ പ്രധാനാധ്യാപകൻ CK ബിജോയ് മാസ്റ്റർ, അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവർ സംസാരിച്ചു. നാട്ടിക വെസ്റ്റ് ക്യാം UPയുടെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് ജില്ലാ കളക്ടറുടെ മാതാപിതാക്കളെത്തി. സ്റ്റാഫ് ടൂറിൻ്റെ ഭാഗമായി വാഗമണ്ണിലെ ഏലപ്പാറയിലെത്തിയപ്പോൾ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ്റെ വസതി കാണാനിടവരുകയും അവിടെ വെച്ചുണ്ടായ കാഴ്ചയുടെയും പങ്കുവയ്ക്കലിൻ്റെയും തുടർച്ചയാണ് ഈ സൗഹൃദ സന്ദർശനം. തുടർന്ന് മാതാപിതാക്കൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും കുട്ടികൾക്ക് പ്രചോദനമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. നാട്ടിക ബീച്ചിൻ്റെ കാഴ്ചകളും മനോഹാരിതയും രുചിയും ആസ്വദിച്ചാണ് അവർ മടങ്ങിയത്. ശിവരാത്രി ആഘോഷങ്ങളിൽ കൂടി പങ്കെടുത്തിട്ട് അവർ ഏലപ്പാറയിലേക്ക് മടങ്ങൂ എന്നും അവർ പറഞ്ഞു. സൗഹൃദ സന്ദർശനം അധ്യാപകർക്കും കുട്ടികൾക്കും നവ്യാനുഭവമായി. ഞങ്ങളുടെ ആളുടെ വാക്ക് പാലിച്ചു. മാതാപിതാക്കളെ ഞങ്ങളുടെ സ്കൂളിലേക്കായിട്ട് യാത്ര ഇവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഇവർക്ക് സന്തോഷം അറിയിക്കുകയാണ്. വന്നതിലും ഞങ്ങളുടെ കുട്ടികൾക്ക് നിറഞ്ഞ നന്ദി. ഞങ്ങൾ ഇത്ര സന്തോഷം ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ പുത്തൻപീടിയ തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി ആഘോഷത്തിന് കൊടിയേറി. മാർച്ച് 3-4 തീയതികളിലാണ് വേലാഘോഷം. രക്ഷാധികാരി അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, പ്രസിഡന്റ് ബിജു അണ്ടയത്ത്, സെക്രട്ടറി KV ഭാസ്കരൻ, കമ്മിറ്റി മെമ്പർമാരായ NR റിനോയ്, അനിൽ മഠത്തിൽ, KG സുരേഷ്, MS ഭരതൻ, അനിലൻ, ബേബി ഭരതൻ, വിജയപ്രകാശൻ, ഷീജ രഘുവർണൻ എന്നിവർ നേതൃത്വം നൽകി. 3 ദേശകമ്മിറ്റികളുടെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിലെ ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം ഒലവക്കോട്, മുതുവറ, പാലക്കാട് ഡ്രീം സിറ്റി ക്ലബ്ബുകളിൽ നിന്ന് ലഭിച്ച വസ്ത്രങ്ങളുടെ ഒരു ഭാഗം ക്ലോത്ത് ബാങ്ക് ഡയറക്ടർ പീതാംബരൻ രാരമ്പത്ത് ചന്ദ്രാപിനിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. NSS പ്രസിഡന്റ് നന്ദൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ ആനീൻ ജോസഫ് അധ്യക്ഷയായി. തൃപ്പയാർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് RIM സക്കറിയ, കരയോഗം സെക്രട്ടറി MR ഉദയൻ, AA ആന്റണി, എടമുട്ട ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി ആദരവ് ചടങ്ങ് നടന്നു. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഡെയിലി പാലം നിർമ്മിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വലപ്പാട് സ്വദേശി സുബൈദാർ ലയേഷ് കാരേപ്പറമ്പിലിന് ദേവസ്വം ഭാരവാഹികൾ ആദരിച്ചു. വളരെ ചെറുപ്പം തുടങ്ങി കണ്ടു വളർന്ന ഈ വേദിക്ക് മുന്നിൽ നിന്ന് കണ്ടു വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ വേദിയുടെ മുകളിൽ വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം മേടിക്കുന്ന വളരെ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴാണ് സാധിച്ചത്. അതിന് എൻ്റെ കുടുംബത്തോടും ദൈവത്തോടും നന്ദി പറയുന്നു. പിന്നെ ഈ ഒരു ആദരവ് തന്ന കൊടിയമ്പുഴ ദേവസ്വം കമ്മിറ്റി എല്ലാ ഭാരവാഹികളോടും പുഞ്ചിരി ക്ലബ്ബ് ഭാരവാഹികളോടും എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. വയനാട് ദുരന്തം
എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും എല്ലാം അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ടൈമും അതിൻ്റെ ഒരു സിറ്റുവേഷനും അല്ല ഇത്. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണവും UK ഗവൺമെൻറ്റിൻ്റെ ടൈം വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ കോഴിശ്ശേരി അജീഷ് മകൻ അതുൽ കൃഷ്ണയെയും 1.5 വയസ്സിൽ 120 ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പനപ്പറമ്പിൽ ഷിൻഡോ മകൻ ഫാസിയെയും അനുമോദിച്ചു. 2024-25 വർഷത്തിൽ ദേവസ്വം പരിധിയിൽപ്പെട്ട വലിയ വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് 1ാം സ്ഥാനം നേടിയ ഗോകുലം വള്ളം, 2ാം സ്ഥാനം നേടിയ വേദവ്യാസൻ നമ്പർ 2, ചെറുവഞ്ചികളിൽ 1-2 സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള പുരസ്കാരവും ഡപ്പ വള്ളങ്ങളിൽ 1ാം സ്ഥാനം നേടിയ ശ്രീകൃഷ്ണൻ വള്ളം എന്നിവർക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. ദേവസ്വം പ്രസിഡന്റ് രാജൻ KN, സെക്രട്ടറി PK ജയൻ, ട്രഷറർ ലാൽ ആളുപറമ്പിൽ, ദേവസ്വം ചെയർമാൻ ജനാർദ്ദനൻ പനക്കൽ, KK പീതാംബരൻ, PR നാരായണൻ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നാഗർകോവിൽ നൈറ്റ് ബേഡ്സിൻ്റെ ഗാനമേളയും നടന്നു. ആലുവ ശിവരാത്രിയോടനുബന്ധിച്ച് തൃപ്പയാർ ക്ഷേത്രനടയിൽ നിന്നും KSRTCയുടെ സ്പെഷ്യൽ ബസ് സർവീസ് തൃപ്പയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃപ്പയാർ പ്രദേശത്തുള്ള അല്ലെങ്കിൽ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ പുണ്യമായ ശിവരാത്രി ദിനത്തിൽ ആലുവ മണപ്പുറത്ത് പോയി ബലിയിടുന്നതിനും ദർശനം നടത്തുന്നതിനും വേണ്ടി KSRTCയുടെ ഈ സർവീസ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബഹുമാന്യായ വിനിച്ചേച്ചി പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ സർവീസ് ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പുണ്യമായ ദിനത്തിൽ ഏറെ സൗകര്യപ്രദമായി വലിയ ബുദ്ധിമുട്ടില്ലാതെ ആലുവ പോയി വരുന്നതിന് വേണ്ടിയുള്ള KSRTCയുടെ ഈ ഉദ്യമം അത് ഈ വർഷം അത് ആരംഭിക്കുന്നതിന് നേതൃത്വം അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് ഏറെ ഭാഗ്യമായി കരുതുന്നു. വാർഡ് മെമ്പർ CS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 9 വർഷമായി തൃപ്പയാറിൽ നിന്നും ആലുവ ശിവരാത്രി ബലിതർപ്പണത്തിനായി പൊതുജനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി KSRTC ബസ് സർവീസ് നടത്തി വരുന്നുണ്ട്. വാർഡ് മെമ്പർ P വിനു, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ, മുൻ മെമ്പർമാരായ NK ഉദയകുമാർ, PM സിദ്ദിഖ്, ജ്യോതിഷ് TJ, സുരേഷ് ഗുരുപ്രിയ, GV പ്രദീപ്, അജയൻ മാമ്പുള്ളി, രാജൻ കുരുടിയാറ, ജിൽഷ VS, GV ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ശിവരാത്രി ആഘോഷത്തിനിടെ നാദസ്വര കലാകാരൻ കുഴഞ്ഞു വീണു. നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപത്തെ ശിവരാത്രി ആഘോഷത്തിനിടെയാണ് ഫിക്സ് വന്ന കാഞ്ഞാണി സ്വദേശി ആലുക്കൽ അജയ് ഘോഷ് കുഴഞ്ഞു വീണത്. തൃപ്പയാർ ആക്ട്സ് പ്രവർത്തകർ വലപ്പാടും ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പെരുങ്ങോട്ടുകര ലൂണ സെന്ററിന് തെക്ക് സൗഹൃദ റോഡിൽ കുറുപ്പം വീട്ടിൽ വേലായുധന്റെ മകൻ ഷിജു അന്തരിച്ചു. അമ്മ ശാന്ത, ഭാര്യ ധന്യ, മക്കൾ അനീകൃഷ്ണ, അനന്തുകൃഷ്ണ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തി നിറവോടെ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദേശീയപാതയിൽ അടിപ്പാതയില്ലാത്ത കയ്പമംഗലത്തും SN പുരത്തും നടപ്പാതയ്ക്ക് സാധ്യത തെളിയുന്നു. P ഭാസ്കരൻ പുരസ്കാരം P ജയചന്ദ്രന് മരണാന്തര ബഹുമതിയായി സമർപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.